ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ആംഗ്ലോഫൈൽ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. ചാനൽ ലൈക്ക് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയെക്കുറിച്ച് വന്ന ഒരു പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് വളരെ ഡ്യൂറേഷൻ കൂടി പോയി, അത് ഒത്തിരി സമയമെടുത്താണ് ഞാൻ പറഞ്ഞത് എന്നുള്ളൊരു ചെറിയ പ്രശ്നം ഞാനിങ്ങനെ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചത് പറയാനുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറച്ച് പറഞ്ഞ് ഒതുക്കി പറഞ്ഞ് എല്ലാം പോയിന്റിലേക്ക് തന്നെ വന്ന് എല്ലാം വളരെ കുറച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ചില മാർഗ്ഗങ്ങളെക്കുറിച്ചായിരുന്നു. അതിൽ നിങ്ങൾ ഏതൊക്കെ സെലക്ട് ചെയ്തു, ഏതൊക്കെ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് സൈനപ്പ് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസായിട്ട് ഒരു കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ എനിക്ക് അതിൻ്റെ ഒരു കമൻറ്റ്സ് അയച്ചിരുന്നെങ്കിൽ എന്ന് അറിയുന്നതിലൊരു സന്തോഷമുണ്ട്. ആരൊക്കെ അതിൽ നിന്നൊരു ഫോർച്യൂൺ ഉണ്ടാക്കിയെന്ന് അറിയുന്നത് ഒരു വലിയ നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടുന്നുണ്ടെങ്കിൽ തന്നെ വലിയ നല്ല കാര്യമാണ്. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്ന മാർഗ്ഗങ്ങൾ കൂടാതെ തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗങ്ങളിൽ ഒരെണ്ണമാണ് വെബിനാർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾ സെമിനാർ എടുക്കുമല്ലോ, സെമിനാർ എടുക്കുന്നത് ഒരു വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഒരു സെമിനാർ എടുക്കുന്നതിനാണ് വെബിനാർ എന്ന് പറയുന്നത്. അപ്പോൾ അതത്ര വലിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ഈ വെബിനാർ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായതെന്ന് പറഞ്ഞ് വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ലാപ്ടോപ്പ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്പീഡുള്ള ഒരു ലാപ്ടോപ്പ്, പിന്നെ അതിനൊരു വെബ് ക്യാം. എന്തായാലും ലാപ്ടോപ്പിനെല്ലാം വെബ് ക്യാം ഉണ്ടാവും. അതിൽ നല്ലൊരു വെബ് ക്യാം ഉള്ള ഒരു ലാപ്ടോപ്പ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. നമ്മുടെ ഫോണിൻ്റെ ക്യാമറ നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നൊരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്താലും മതി. കുഴപ്പമില്ലാത്തൊരു ഹെഡ്സെറ്റ്, അതെല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബിനാർ നമുക്ക് സുഖമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് മാത്രമേ അതിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അത് ഇപ്പോൾ ഗ്രീൻ സ്ക്രീൻ യൂസ് ചെയ്ത് സെറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ വെബിനാർ വഴി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, നമ്മളുടെ എക്സ്പെർട്ടീസിലുള്ള കാര്യങ്ങൾ, നമ്മൾ സെമിനാർ ചെയ്യുമ്പോൾ അതാണല്ലോ സാധാരണ ചെയ്യുക. നമ്മളുടെ അറിവും കാര്യങ്ങളും നമ്മൾ എത്രമാത്രം പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണല്ലോ ഒരു സെമിനാറിൻ്റെ റാങ്ക് കിട്ടുക. അപ്പോൾ അത് സെയിം കാര്യം തന്നെയാണ് വെബിനാറിലുള്ളത്. നമ്മളുടെ ഒരു കൺസൈസ് ആയിട്ട് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് പവർ പോയിന്റ് സ്ലൈഡ്സ് ഉപയോഗിച്ച് ഒരു സെമിനാർ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല വെബ്സൈറ്റിലൊക്കെ ഞാൻ പറയുകയാണ്. ഏറ്റവും നല്ല വെബ്സൈറ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അതിന് ചെറിയൊരു നോമിനൽ ഫീ കൂടി ഉണ്ട് നമ്മൾ അവിടെ രജിസ്റ്റർ ചെയ്യുന്നതിന്. അത് ആ പൈസ മുടക്കിയാൽ ശരിക്കും വർത്തിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ പൈസ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. കാരണം അതുപോലെ ആൾക്കാർ അത് കാണാനും നമ്മൾക്ക് റവന്യൂ ഉണ്ടാക്കി തരാനുണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു സെമിനാർ നമ്മൾ ഡിസൈൻ ചെയ്യുക, എന്നിട്ട് ശേഷം അതിൽ കയറുക, അത് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അതിലേക്കുള്ള ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളാണ് നിശ്ചയിക്കുന്നത് എത്രയാണ് നമ്മൾ അതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, മാർക്കറ്റിങ്ങിനെ കുറിച്ചോ സെയിൽസിനെ കുറിച്ചോ നന്നായിട്ട് അറിയാവുന്ന ഒരാൾ അങ്ങനെ ഒരു സെമിനാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പൈസയ്ക്ക് അത് സെറ്റ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് പേയ്പാൽ എന്ന് പറയുന്ന വഴിയിലൂടെയാണ് പൈസ കിട്ടുക. പേയ്പാലിനെ കുറിച്ച് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ പേയ്പാലിനെ കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. പേയ്പാൽ എന്ന് പറയുന്നത് വിദേശത്തൊക്കെ പൈസ അയക്കാനും എടുക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ ഗൂഗിൾ പേ എന്നൊക്കെ പറയുന്ന പോലെ, ടെസ്റ്റ് പേ എന്ന് പറയില്ല, അതിന് പോലെ പേയ്പാൽ എന്ന് പറയുന്ന ഒരു വലിയൊരു മാർഗ്ഗമാണ് പൈസ അയക്കാനുള്ളത്. അതിനെക്കുറിച്ച് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഞാൻ ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ കോമൻ്റായിട്ട് പറഞ്ഞാൽ. അപ്പോൾ പേയ്പാൽ വഴിയാണ് പൈസ നമുക്ക് അയച്ച് കിട്ടുക. അത് 2 ദിവസത്തിനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും, പിന്നെ എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഉള്ള വേറൊരു മാർഗ്ഗം എന്ന് പറയുന്നതാണ് ഈ സ്കിൽ ഷെയർ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ വയലിൻ പഠിപ്പിക്കാൻ അറിയാം, ഗിറ്റാർ പഠിപ്പിക്കാൻ അറിയാം, ചിലർക്കാണെങ്കിൽ വീണ പഠിപ്പിക്കാൻ അറിയാം, ചിലർക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല കഴിവായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ പെയിൻറ്റിങ്ങിൽ നല്ല കഴിവായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഇൻറ്ററാക്റ്റീവ് പ്ലാറ്റ്ഫോമാണ് സ്കിൽ ഷെയർ എന്ന് പറയുന്നത്. ആ സ്കിൽ ഷെയറിൽ കയറിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ സൈനപ്പ് പ്രോസസ്സ് ഉണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യുക. ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്യുക. പിന്നെ അതിലും പേയ്മെൻറ്റ് പേയ്പാൽ വഴിയാണ്. നമ്മൾ ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ടുള്ള കാര്യമുള്ളൂ. നമ്മളുടെ സ്കിൽസ് അവിടെ ഷെയർ ചെയ്യുക. അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ആൾക്കാർ തന്നെ വന്നിട്ട് നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വളരെ എന്താ പറയുക, ഒരു തുച്ഛമായ സമയം മാത്രം മുടക്കിയിട്ട് അധികം വലിയ ക്യാപിറ്റലൊന്നും വേണ്ടാത്തൊരു കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, കാരണം അധികം നീട്ടുന്നില്ല. ഈ നീളം കൂടിപ്പോയി എന്നുള്ള കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്നാണ് എല്ലാം പറയുന്നത്. അപ്പോൾ അവസാനത്തേതെന്ന് പറയുമ്പോൾ നമുക്കൊരു ലൈബ്രറി, നമ്മുടെ കയ്യിൽ തന്നെയുള്ള ബുക്സ്, നമുക്കിപ്പോൾ സ്വന്തമായിട്ട് കുറേ ബുക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ളതാവാം, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ളതാവാം. അങ്ങനെയുള്ള കുറേ ബുക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഒരു ലൈബ്രറി ഉണ്ടാക്കിയിട്ട്
അതിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചെറിയൊരു ഒരു ഡേറ്റാബേസ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ആക്സസ് നമ്മൾ പൈസ കൊടുത്ത് ലിമിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മളപ്പോൾ ഒരു ആക്സസിന് ഒരു ഫീ നിശ്ചിത ഫീ വെച്ചിട്ട് ആ പൈസ കൊടുത്താൽ മാത്രമേ അത് ആക്സസ് ചെയ്യാൻ പറ്റൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു റവന്യൂ ആയിട്ട് മാറാവുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിളാണ്. ക്യാം സ്കാനർ പോലെയുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നമ്മളുടെ കയ്യിലുള്ള ബുക്കുകളെല്ലാം ഡിജിറ്റൈസ് ചെയ്ത് ഒരു ഡിജിറ്റൽ കോപ്പി ഉണ്ടാക്കി PDF ആക്കുക. ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിനുള്ള ആക്സസ് നമ്മൾ ലിമിറ്റ് ചെയ്യുക. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഗ്രീൻ സ്റ്റോൺ എന്നാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി കൊടുക്കാം. അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്ത് നമുക്കൊരു ലൈബ്രറി ആക്സസ് സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് ബേസിക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂർ നേരത്തെ പണി കൊണ്ട് തന്നെ ഇത് ചെയ്ത് തീർക്കാവുന്നതാണ്, ഈ ഗ്രീൻ സ്റ്റോണിൻ്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം. പിന്നെ ഇത് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ. അത് ഓരോ ബുക്കിനും നമ്മുടെ കയ്യിലുള്ള എഡ്യൂക്കേഷണൽ ബുക്സ് ആവാം, അല്ലെങ്കിൽ പഠിക്കുന്ന ബുക്സ് ആവാം, അങ്ങനെ വായിക്കുന്ന ബുക്സ് ആവാം, ഈ മറ്റേ കഥ പോലത്തെ ബുക്സ് ആവാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവാം. അതൊക്കെ എടുത്തിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈബ്രറി സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാം. അതിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് തൽക്കാലം ഈ വീഡിയോ നിർത്തുകയാണ്. ഇപ്പോൾ തന്നെ ഏകദേശം 5-6 മിനിറ്റിനടുത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊരു മെയിൽ അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊരു കമൻറ്റ് ആയിട്ട് അവിടെ താഴെ. എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടോട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇത്രയും മാത്രം പറഞ്ഞു തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.